അങ്ങനെ നമ്മുടെ രാജീവൻ നീതിയോട് കുറേ മാപ്പൊക്കെ പറയേണ്ടത്, അവൻ ചെയ്ത തെറ്റിനൊക്കെ മാപ്പൊക്കെ പറയേണ്ടത്. ആ സമയത്ത് നമ്മുടെ നീതി ആലോചിക്കുന്നുണ്ട്, ഞാൻ അച്ഛനോടൊക്കെ തുറന്ന് പറഞ്ഞാലോ എന്ന് ഒരു മിനിറ്റ് ആലോചിക്കുന്നുണ്ട്. പിന്നെ വിചാരിക്കണ്ടേ വേണ്ട, അപ്പം അച്ഛനൊന്നും അറിയണ്ട, അച്ഛൻ അറിഞ്ഞപ്പോൾ എന്നെ നിർത്തുള്ളൂ, അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും അച്ഛനോട് പറയുന്നില്ല വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ അപ്പം രാജീവൻ ചോദിക്കുന്നുണ്ട്, മോൾക്ക് ഇനിയിപ്പോൾ ഇവിടെ തന്നെ കഴിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി പറയേണ്ടത്, ഇല്ല അച്ഛാ എനിക്ക് പോകണം, ഞാൻ ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞാൽ പോവുമല്ലോ, എനിക്ക് അവിടെ കുറേ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വരുൺ പറയുന്നുണ്ട്, നിനക്ക് ഇവിടെ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ ശരിയാക്കി തരാം, ഞാൻ ഒരുപാട് കമ്പനികളൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, ഞാൻ ഒരു ഇൻ്റർവ്യൂ ഏകദേശം ശരിയായതാണ്, അപ്പോഴാണ് ആ സൂര്യ വന്നിട്ട് എന്നെ എല്ലാതും തടസ്സപ്പെടുത്തിയത്, സൂര്യ അവിടെ വന്നിട്ട് എന്നെ ഒരുപാട് അപമാനിച്ച ഒക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രാജീവൻ പറയുന്നുണ്ട് അരുണിനോട്, എന്തായാലും എത്രയും പെട്ടെന്ന് ആ സൂര്യനെ ഒന്ന് നമ്മൾ വാൺ ചെയ്യണം, ഇനി ഇവിടെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നീതിയുടെ മുമ്പിൽ നമ്മുടെ രാജീവൻ നല്ലതാവാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുധീഷ് നിധിനെ കാണാത്തതുകൊണ്ട് താഴെ ഇറങ്ങി വന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി അച്ഛനോട് ഒരുപാട് സന്തോഷിച്ച് വർത്താനം പറഞ്ഞിരിക്കണം കാണുമ്പോൾ സുധീഷ് വിചാരിക്കേണ്ടോ നിധിനെ ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചിട്ട് സുധീഷ് പോയി കടന്നുറങ്ങുന്നുണ്ട്. കടന്നുറങ്ങണ പോലെ അഭിനയിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നിധി കയറി വന്നിട്ട്, ആ നിങ്ങൾ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് മുണ്ടാതെ കിടക്കുന്നുണ്ട്, ഒന്നും അറിയാത്ത പോലെ. അപ്പോൾ അവൾ മെല്ലെ ശബ്ദം ഉണ്ടാക്കാതെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ സമയത്ത് പിന്നെ വന്ന് കിടക്കുന്ന സമയത്ത്, ആ നിധി നീ വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ ഉറങ്ങണ പോലെ അഭിനയിക്കുകയായിരുന്നു. എന്നിട്ട് പറയണ്ട, നീ വന്നോ, നീ എത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഉറങ്ങിയില്ലേ, ഇല്ല ഞാൻ നിന്നെ ഒരുപാട് കാത്തിരുന്നു, നിന്നെ കാണാത്തപ്പോൾ ഒന്ന് മയങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്നിട്ട് നമ്മൾ നിധി പറയുന്നുണ്ട്, ഞാൻ അച്ഛത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മാറുമെന്ന് വിചാരിച്ചില്ല, ഞാൻ അച്ഛൻ ഇങ്ങനെ ഒരുപാട് എന്നെ മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഇത്രയും പെട്ടെന്ന് അച്ഛൻ മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല, സുധീഷ് എന്ത് പണിയാണ് കാണിച്ച അച്ഛൻ ഇങ്ങനെ മാറാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതൊക്കെ എൻ്റെ കഴിവാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും രണ്ടാളും കടന്നുറങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ നീതു ഹരീഷിന് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ സമയത്ത് ഹരീഷ് ആരുടെ ഇപ്പം മെസ്സേജ് നോക്കുന്ന സമയത്ത് നീതു, അപ്പോൾ നീതു ചോദിക്കുന്നുണ്ട് ഞാനൊന്ന് വിളിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം മെല്ലെ ഹരീഷ് ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് വന്നിട്ട് നീതുവിനോട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. നീതു പറയുന്നുണ്ട്, ഞാൻ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ എന്നോട് ഇങ്ങനെ അടുക്കും ഞാൻ വിചാരിച്ചില്ല, എനിക്ക് ഒരുപാട് സന്തോഷമായി, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് ചോദിക്കേണ്ടത്, എന്ത് പ്രത്യേകത, അന്നേക്ക് നിങ്ങൾ എന്നോട് മിണ്ടാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ നീതു പറയുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നികേഷ് വന്ന് ഹരീഷിനെ പൊക്കുന്നുണ്ട്. ഹരീഷിനോട് ചോദിക്കേണ്ടത്, ആരാ ഏട്ടനോട് ഈ നേരത്ത് സംസാരിക്കണേ. അപ്പോൾ ഇങ്ങനെ ഹരീഷ് പറയേണ്ടത് ഇങ്ങനെ നീതുവാണ്. ഓ അപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രേമമായില്ലേ. ആ സമയത്ത് ഹരീഷ് പറയേണ്ടത് നികേഷിനോട്, നീ ഒന്ന് പതുക്കെ പറ, ഏട്ടൻ കേൾക്കണ്ടെന്നൊക്കെ പറയേണ്ടത്. ആ സമയത്ത് നികേഷ് പറയേണ്ട, ഓ എന്നാൽ നടക്കട്ടെ നടക്കട്ടെ, ഞാൻ നിങ്ങളെ തടസ്സപ്പെടുത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഹരീഷ് പറയേണ്ടേ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ചമ്മിയിട്ട് വേഗം ഫോണൊക്കെ കട്ടാക്കിയിട്ട് ഉള്ളിൽ പോയി കടന്നുറങ്ങുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കണത്.